ലോകം വലിയൊരു എണ്ണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പെട്രോൾ ഡീസൽ വിലകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഉയരത്തിലേക്ക് കുതിക്കുമോ? ഒരു ബാരൽ എണ്ണയ്ക്ക് $200 നൽകാൻ ലോകം തയ്യാറെടുത്തോളൂ എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ വെല്ലുവിളി. ലോകത്തിനോടുള്ള വെല്ലുവിളി. വെറുമൊരു ഭീഷണിയല്ല ഇറാൻ മുഴക്കിയിരിക്കുന്നത്. ഗൾഫ് സമുദ്ര മേഖലയിലൂടെ പോകുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച മാത്രം 3 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 14 കപ്പലുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന് അക്ഷരാർത്ഥത്തിൽ കഴുത്ത് ഞെരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എണ്ണവില ബാരലിന് $200 ആകാൻ തയ്യാറെടുത്തോളൂ എന്ന ഇറാന്റെ ഭീഷണി കേട്ട് ലോകം ഭയക്കേണ്ടതുണ്ടോ? യാഥാർത്ഥ്യം അതല്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കനത്ത വ്യോമാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ ഇറാന്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെറുമൊരു വിലപേശൽ തന്ത്രം മാത്രമാണ് ഈ അവകാശവാദം. ഗൾഫ് മേഖലയിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അവരുടെ ശക്തിയെയല്ല, മറിച്ച് ഗതികേടിനെയാണ് തുറന്നു കാണിക്കുന്നത്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് നിരായുധരായ നാവികർക്കും വ്യാപാര കപ്പലുകൾക്കും നേരെ അവർ തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്ന് പറഞ്ഞ കപ്പലുകളെ ആക്രമിക്കുന്നതിലൂടെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി വരുതിയിലാക്കാമെന്നൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് ഇറാൻ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ധനവില കുത്തനെ കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അമേരിക്കയും സഖ്യകക്ഷികളും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദത്തിലാകും എന്ന് അവർ കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നടക്കുന്ന അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ ഈ യുദ്ധത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഉന്നത നേതൃത്വത്തിന് വരെ ജീവൻ നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഭരണ സംവിധാനം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ കനത്ത തിരിച്ചടികളിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഞങ്ങൾ ഇപ്പോഴും ശക്തരാണെന്ന് വരുത്തി തീർക്കാനും മാത്രമാണ് ഇത്തരം പൊള്ളയായിട്ടുള്ള ഭീഷണികൾ അവർ മുഴക്കുന്നത്. ഇറാനിൽ ലക്ഷ്യമിടാൻ ഇനി കാര്യമായി ഒന്നും ബാക്കിയില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകൾ അവരുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ലോകത്തിലെ 5-1 എണ്ണയും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ പാകി ഉപരോധം തീർക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. എന്നാൽ ഇറാന്റെ ഈ ബ്ലാക്ക് മെയിലിംഗിന് മുന്നിൽ മുട്ടുമടക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറല്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ പുതിയ തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായി 40 കോടി ബാരൽ എണ്ണയാണ് ആഗോള കരുതൽ ശേഖരത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോകുന്നത്. അതായത് ഇറാന്റെ ഉപരോധം സൃഷ്ടിക്കുന്ന വിടവ് നികത്താനും വിലക്കയറ്റം തടയാനുമുള്ള കൃത്യമായ പ്ലാൻ ബി ലോകരാജ്യങ്ങളുടെ പക്കലുണ്ട്. ചുരുക്കത്തിൽ ബാരലിന് $200 എന്ന ഇറാന്റെ ഭീഷണി പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. സൈനികമായി തകർന്ന ഒരു രാജ്യം ആഗോള സാമ്പത്തിക ഭയം സൃഷ്ടിച്ച് നടത്തുന്ന അവസാനത്തെ ഒരു വിലപേശൽ ശ്രമം മാത്രമാണത്. ഹോർമൂസ് കടലിടുക്ക് കാട്ടി ലോകത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഇറാന്റെ ഈ തന്ത്രം ഇനി നടക്കില്ല. ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ഇറാനെ അപ്രസക്തമാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങൾ ഈ താൽക്കാലിക പ്രതിസന്ധിയിൽ നിന്ന് ശക്തമായി ബൗൺസ് ബാക്ക് ചെയ്യുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളം.